ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോർമൽ റിപ്പോർട്ടിങ്ങിനേക്കാൾ അപ്പുറത്തേക്ക് വ്യൂവും റീച്ചും ഉണ്ട്. അത് സത്യമാണ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരേ കാര്യം സൂരജ് പാലക്കാരൻ പറയുന്നത്. മാധ്യമ പ്രവർത്തനം അങ്ങനെ ആവണം ആരാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചത്? ഇങ്ങനെയേ മാധ്യമ പ്രവർത്തനം ചെയ്യാവുള്ളത്. മാധ്യമപ്രവർത്തനം പഠിച്ച ഒരാൾ അങ്ങനെ മാധ്യമപ്രവർത്തനം ചെയ്തില്ല, തെറ്റാണ്. ഞാനൊരു മാധ്യമപ്രവർത്തനമല്ല, ഞാൻ പത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എനിക്ക് തോന്നുന്ന ശരികൾ മറ്റുള്ളവർക്ക്, എൻ്റെ ശരി നിനക്ക് ശരിയാവണമെന്നില്ല, പ്രേക്ഷകർക്ക് ശരിയാവണമെന്നില്ല. പക്ഷേ സാർ, അപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാലിക്കുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് ഇന്നെ പോലെ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ചാനൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഗൈഡ് ലൈൻസിനോട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോപ്പി റൈറ്റ്സ് ഒക്കെ എനിക്ക് കോപ്പി റൈറ്റ്സ് പോലും ഇവരെ വന്നിട്ടില്ല. എൻ്റെ ചാനൽ അന്വേഷിച്ചാൽ ഇതുവരെ ട്രൂ ടി വിക്ക് ഒരു കോപ്പി റൈറ്റ്സോ വേറെ ഒരു, എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രൂ ടി വി ഇതുവരെ 9-10 വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കോപ്പി റൈറ്റ് വിഷയോ ഈ ഗൈഡ് ലൈൻസിൻ്റെ വിഷയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭാഷയിലെ ഈ ദേഷ്യവും ഇമോഷണൽ ഔട്ട് ബൂസ്റ്റും ഒക്കെയുള്ള ഒരു പ്രതികരണ രീതി ഉണ്ടല്ലോ. എപ്പം മുതലായി ഇത് ചെയ്യുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നുണ്ട്, സ്വയം ഒരു ചാരിതാർത്ഥ്യം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി തുടങ്ങി? മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അന്നേരം നമുക്കിങ്ങനെ ഇത് പ്രതികരിക്കാൻ തോന്നും. ജോലിക്ക് വേണ്ടി ആരല്ല നമ്മളൊരു കാര്യങ്ങൾ, ജോലിയൊക്കെ അപ്പുറമായിട്ട്. കാരണം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല. ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി പോയി സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്, നമുക്കൊക്കെ ആരൊക്കെ വേണ്ടേ? നിനക്കൊരു പ്രശ്നം പറയും, നീ പെട്ട് കിടക്കുക, നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ ചിലപ്പോൾ കാണൂല. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് വന്നു. കാരണം എൻ്റെ കൂടെ അന്ന് ഭയങ്കര ഗ്രൗണ്ടിൽ ഒരു ഉച്ചയ്ക്ക് വരെ ആളുകളുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യൻ, ഞാൻ ജയിലിൽ പോകുമെന്ന് അറിഞ്ഞാൽ ആ സമയത്ത് ഞാൻ മാറി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് അവൻ്റെ 6 ലക്ഷം രൂപ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് മുങ്ങി. ഇപ്പം എൻ്റെ കൂടെ വന്ന ഉണ്ണിയായിട്ടും കുറേ നാളത്തെ കണക്ഷൻ ഉണ്ടെങ്കിലും ഉണ്ണിയൊക്കെയാണ് ആ സമയത്ത് വന്നത്. നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. നമ്മൾ ഭയങ്കര നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ എന്ന് ഉണ്ടാവും എന്ന് വരുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആ സമയത്ത്. അതുപോലെയുള്ള ചില സ്ഥലങ്ങളിലാണ് നമ്മൾ ചെല്ലുന്നത്. ഒരു കച്ചിത്തുരുമ്പെങ്കിലും ആകാൻ പറ്റിയെങ്കിൽ. പലപ്പോഴും പൈസ ഉള്ള സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വരാറുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, പണം ആവശ്യമാണ്, ജീവിക്കാൻ പണം വേണം. പക്ഷേ നീ പറഞ്ഞ പോലെ കുറച്ച് വട്ട്, അത് ഈ പറഞ്ഞ രൂപാന്തരപ്പെട്ട ഏതവസ്ഥയിലേക്ക് പോകുന്ന എനിക്കറിയത്തില്ല. നിനക്ക് രൂപാന്തരം വന്ന പോലെ ഭാഷ പറയുന്നത് കേട്ടോ, അല്ല വലിയ എടുക്കാനുള്ളത്. ഈ അവസരം നീ എന്നോട് ദേഷ്യപ്പെടും. പറയും, ചോദിക്കും. ട്രൂ ടി വിക്ക് മുമ്പ് ഈ സൂരജ് വി സുകുമാറായി നിന്നിരുന്ന, സൂര്യചേട്ടാന്നില്ല, സൂരജെന്ന് വിളിച്ചാൽ മതി. ശരി, സൂരജേട്ടൻ. അതായത് ട്രൂ ടി വി ഒക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പ്, ഇത്രയധികം ആളുകൾ അറിയുന്നതിനൊക്കെ മുമ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു, കലാരംഗത്ത് കുറേ പരിപാടി ചെയ്യുന്നുണ്ട്. കാരണം ഇത് അതൊക്കെ ഒന്ന് അറിയാം. മെൻ്റൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനും കംഫർട്ടല്ല. ഇപ്പോൾ കുറച്ച് കളയുമ്പോൾ പെട്ടെന്ന് മൂടങ്ങ് പറയും. ഇപ്പം നീ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രൂ ടി വി ഇത് ഞാൻ ആജീവനം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് ഭയങ്കര സുഖം തോന്നുന്നുണ്ട്. ആ ഈ മാറി ഇവരെ ചീത്ത വിളിക്കലെന്ന് പറഞ്ഞാൽ ഇത് വായിന്ന് വന്നോണം, എന്നാ ചെയ്യുന്നത്, ഇങ്ങനെ ഇമാരുടെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എനിക്കത് മൂഡ് ഓഫ് ആകുമ്പോൾ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകും. ഞാൻ കുറേ കാലം കലാരംഗത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തിട്ടു, കുറേ വർഷം മുമ്പ്. അപ്പം ഇപ്പോൾ സിനിമാടനാണെന്ന് പറഞ്ഞിട്ട് പോയതാ തിരുവനന്തപുരത്ത്. അന്ന് എല്ലാവരും കൊച്ചിയല്ല, തിരുവനന്തപുരം. സീരിയലോ സിനിമയെല്ലാം തിരുവനന്തപുരത്താണ്. ഉഗ്രം പട്ടണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പറയുമ്പോൾ ഭയങ്കര നമ്മൾ ഒരു രസമൊക്കെ ഉണ്ട്. ഞാൻ അന്ന് ഓർത്തു ഇതൊക്കെ എന്തെങ്കിലും ഇവിടെ ഇരുന്ന് പറയണം. അപ്പം അന്ന് ഈ ഹരിശ്രേഷോ മറ്റേ മനോരമ ആഴ്ചപ്പതിപ്പില്ലേ, അപ്പം അശോകൻ ചേട്ടൻ്റെയൊക്കെ കഥ എഴുതും. അപ്പം പട്ടിണി കിടന്നു, അങ്ങനെ. അപ്പം ഈ പട്ടിണി കിടന്നാൽ സിനിമാടനാകാൻ പറ്റുമെന്നുള്ള ഒരു ഉപബോധ മനസ്സിലൊരു സാധനം കിടക്കുക. അപ്പം ഞാനന്ന് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം ഈ റിമീറ്റോമിയൊക്കെ വന്നൊരു ട്രൂപ്പ് ഉണ്ട് പാലായിൽ, സൂപ്പർ ബീറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് മിമിക്രി കളയുക, ഇടവേളയിൽ ഗാനമേള കഴിഞ്ഞിട്ടുള്ള ചെറിയ ഗാനമേള കഴിഞ്ഞിട്ടില്ല, ഗാനമേളയുടെ ഇടയ്ക്ക് ഇടവേള എന്ന് പറഞ്ഞ് ഗാനമേള കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ബ്രേക്ക് വരുമല്ലോ പാട്ടുകാർക്ക്, തൊണ്ട വയ്യാതായിരിക്കുന്ന തൊണ്ട നല്ലതുണ്ട്, ഒരു പൈസ വന്നിട്ടാണ് നമ്മൾ പോടെ. നീ മിമിക്രി കുറ്റം പറയുന്നത്? ഞാനും മിമിക്രി ആർട്ടിസ്റ്റ്. ഏതൊക്കെ സ്റ്റാർ ചെയ്യും? സ്റ്റാറില് സ്കിറ്റ്, മറ്റേ എഫക്ട്സും. പറഞ്ഞുതരാം. അപ്പൊ ഞാന് ഈ പട്ടിണി കിടന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ സിനിമാടനാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് പ്രോഗ്രാം പോകുക. അപ്പൊ ഞാൻ പണ്ടത്തെ വലിയ പെട്ടിയുണ്ട്, ഈ ഇത്രയും സൈസുള്ള ഇങ്ങനെ വലിച്ചിരുന്ന പെട്ടിയില്ലേ, എൻ്റെ അകത്ത് തുണിയൊക്കെ ആയിട്ട്. ഡ്രസ്സൊക്കെ അന്ന് പക്കയാണേ, ബൂട്ട്. അന്നത്തെ കാലത്ത് വുഡ് ഡാൻസ് ഷൂ ഉണ്ടായിരുന്നു എനിക്ക്. നിസ്സാരക്കാരനല്ല, എല്ലാം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി മേടിച്ചതാ. അന്ന് നമ്മുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ മിമിക്രിക്ക് 250 രൂപയല്ലേ ശമ്പളം. അപ്പം അങ്ങനെ പോയി തിരുവനന്തപുരത്ത് കിടക്കുന്നു. അപ്പം സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. എന്നിട്ടിടാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൈസയൊക്കെ തീർന്നു. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിലാണ് താമസിക്കുന്നത്. ആദ്യമൊക്കെ ഇപ്പോൾ ഓർത്തായിരുന്നു, പട്ടിണി കിടക്കുന്ന സുഖമൊക്കെ ആണല്ലോ, സിനിമാടനാവുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി, നിവൃത്തികേട് തുടങ്ങി.
പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തൊട്ട് സൈഡിലായിരുന്നു, ബാക്ക് സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പടച്ചോറ് ഉച്ചയ്ക്ക് ഭിക്ഷക്കാർക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് മോശം ഡ്രസ്സില്ല, നല്ല ഡ്രസ്സേ ഉള്ളൂ. എന്താണ് പ്രശ്നം? കാലിൽ വുഡ്ലാൻഡ്സിൻ്റെ ബൂട്ട്, ജീൻസ്, നല്ല ഷർട്ട്. 3-4 ദിവസം കഴിഞ്ഞാൽ ഇവർ തരാതായി സാധനം. അപ്പോൾ ഷോ കാണിക്കാൻ പറ്റുന്നതെന്ന് കരുതി സത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത്. എല്ലാം ഭിക്ഷക്കാരായിരിക്കുന്നത്. അവരുടെ കൂടെ പോയി നമുക്കൊരു നാണമില്ല, ഭക്ഷണം കഴിക്കാൻ നാണൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ ചോറുണ്ട് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഈ ചോറുണ്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല. പടച്ചോറെന്ന് പറയുന്ന സാധനം അറിയാം, അതിൻ്റെ അകത്ത് ഈ നെല്ലും ഇതൊക്കെ ആയിട്ടുള്ള ചോറാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയ്ക്ക്, ചിലർ പറയും പഴയ ഓർമ്മകളൊക്കെ ഇത് ഓർക്കാൻ വിഷമമാണ്. എനിക്കിപ്പോഴും ഓർമ്മിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ പൈസ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ കല്യാണത്തിന് ലൈറ്റ് പിടിക്കാനായിട്ട് പോകും. അമ്മമാർ പറ്റിച്ചു, പൈസ ഒന്നും തരത്തില്ല, ഭക്ഷണം തരും. എന്നിട്ട് പിന്നെ ഞാനവിടെ തട്ടുകടയിൽ പ്ലേറ്റ് കഴുകാൻ വേണ്ടി പുറകെ ഒരു താമസത്തിൻ്റെ അടുത്ത്. അന്ന് ഫുഡേ കിട്ടത്തുള്ളൂ, വേറെ ഒന്നും കിട്ടത്തില്ല. പിന്നെ ആപ്പിൾ വണ്ടി, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ. ഇതൊക്കെ എന്നിട്ട് വൈകിട്ട് നിൽക്കുന്ന ആപ്പിളൊന്നും പറ്റിച്ചു, വേണമെങ്കിൽ പൈസയൊക്കെ തരായിരുന്നു. അതൊക്കെ വലിയൊരു രസമുള്ള അനുഭവമാണ്. കാരണം നമുക്ക് നമ്മളുണ്ടല്ലോ ഈ നമുക്ക് ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എൻ്റെ ദൈവമേ. കാരണം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് എല്ലാ ഓർമ്മകളും ഇഷ്ടമുള്ള ഓർമ്മകളാണ്. ജയിലിൽ പോയത് ഓർമ്മ, എല്ലാം നല്ല ഓർമ്മകളാണ്. ഈ 7 സ്റ്റാർ ഹോട്ടലിലോ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സൂരജ് പാലക്കാരൻ എന്ന ഇപ്പോഴത്തെ നീ 7 വരെ ഒന്ന് പിടിക്കല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്ന് നിലത്തിരുന്ന് ഇപ്പോഴും അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ. അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നത്? സൂരജ് പാലക്കാരനോ നമ്മളെല്ലാം അതൊന്നുമല്ല. നമ്മൾ ഈ 7 സ്റ്റാർ ലോക്കൽ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം അറിയണം, എല്ലാം അനുഭവിക്കണം. നല്ല രസമല്ലേ? ഞാനിപ്പോഴും വീട്ടിൽ നിന്ന് നല്ല ചക്കക്കുരുമാങ്ങയും കൂട്ടി ചോറുണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് വരുന്ന ഒരാളാണ്. കൂർക്ക മെഴുക്കോട്ട് വെക്കും. ഇതൊക്കെയല്ലേ നമുക്ക്. ഇതൊന്നും അല്ല, നമ്മൾ മനുഷ്യനാവുക. എന്തേരം നീ എന്തേരം മസിൽ പിടിച്ചാലും നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നീ വിഷ്ണു അല്ലേ, എടാ വിഷ്ണുവേ അല്ലേ, ഇത്രേ ഉള്ളൂ. നമ്മൾ എവിടെ മസിൽ പിടിക്കുക, എപ്പോൾ തട്ടിപ്പോകുന്ന അറിയത്തില്ല. എനിക്ക് സ്ട്രെസ് കൂടിയിട്ട് അറ്റാക്ക് വന്നായിരുന്നു. ഹാർട്ട് അറ്റാക്ക്. സൈലന്റ് ആയിരുന്നു അതോ മെയിൻ മൊത്തം വയലന്റ് ആയിരുന്നു. വീട്ടിൽ എല്ലാവർക്കും കൂടെ ബഹളമായിരുന്നു. പ്രതികരിച്ച് സംഭവിക്കുന്നതാണ്. മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ പലരും, ഇപ്പം ഞാൻ ഓർക്കും ചിലരൊക്കെ എന്താണ് എന്നോ ഈ ഞാൻ കമൻസ് നേരത്തെയൊക്കെ നോക്കുമായിരുന്നു, എന്തിനാണ് ഇവരൊക്കെ എന്നെ ഞാൻ തെറി പറയുന്ന ചീത്ത വിളിക്കുന്നതൊക്കെ സാധാരണക്കാർ വേണ്ടിയായിരുന്നില്ലേ, എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ചിലരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമില്ലാത്തവരൊക്കെ കാണേ. അപ്പോൾ അവർ വന്നിട്ട് ഈ ചിലപ്പോൾ നമ്മൾ ഈ എവിടെയെങ്കിലും വെച്ചിരിക്കുക കാണുമ്പോഴോ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ കാണുമ്പോഴൊക്കെ ഇവർ ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ പോകാൻ നേരത്ത് നമ്മൾ കൂട്ടുകാരാ. ഇത്ര പേരുണ്ട് അങ്ങനെ. ഇത്രയും അമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ട്, സ്ത്രീകളുണ്ട്. ഞാൻ ചോക്ലേറ്റ് ബോയ് അല്ലല്ലോടാ. പ്രായമാകുന്നതിന് മുമ്പ് താടി ധരിച്ച ഒരാളാണ്. അത് നമുക്ക് ടെൻഷൻ കയറുമ്പോൾ നിങ്ങൾക്ക് താടി ധരിച്ചോ? ടെൻഷനില്ല. അതാണ്, ടെൻഷനൊക്കെ വേണം. ഈ ഓർമ്മകൾ എവിടുന്നാണ് തുടങ്ങുന്നത്? എന്തോ ഓർമ്മകൾ? കുട്ടി എന്നുള്ള രീതിയിലുള്ള ഓർമ്മകൾ എവിടുന്നാണ് തുടങ്ങുന്നത്? കുട്ടി എന്നുള്ള ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ അമ്മ കിണറ്റിൻ്റെ കരയിൽ ചോറ്, തൈര്, അതിൻ്റെ അകത്തൊരു ഉള്ളി ഞെരടും, പിന്നെ മുളക്. അത് കുഞ്ഞായതുകൊണ്ട് കാന്താരി മുളകിൻ്റെ പകുതി ഇട്ടിട്ട് ഞെരട്ടിയിട്ട് ഇങ്ങനെ തൈര് ഒഴിക്കും. നല്ല ചൂട് ചോറിനകത്തോണ്ട് നല്ല കട്ട തൈര്, മിൽമയുടെ തൈരല്ല, നല്ല കട്ട തൈര് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ചൂട് ചോറിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നിട്ട് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ഞെരടിയിട്ട് വന്ന് ഈ ഡെസ്ക് എന്ന് പറഞ്ഞാൽ തടിയുടെ ഡെസ്ക്കാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പെടുത്തമുണ്ട് ഇട്ടിട്ട് ഇതിനായിട്ട് ഞെരടിയിട്ട് ഉള്ളിയുടെ കൊടുത്തിരി ഉപ്പ് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒറ്റ വാരത്തില്ല. അതൊക്കെ ഓർമ്മയുണ്ട്. നമ്മുടെയൊക്കെ അന്നത്തെ കിണറെന്ന് പറയുന്നത് സാധാരണ കിണറല്ലേ. തൈരില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് സെയിം പാറ്റേൺ ഉണ്ട്. കഴിച്ചിട്ടുണ്ടോ? പിന്നെ ചക്കക്കുരുമാങ്ങ ഇഷ്ടമാണോ? പിന്നെ എങ്ങനെയാണ് കുരുമാങ്ങ ഉണ്ടാക്കുന്നത്? ഈ വെറുതെ ഡയലോഗ് ഇട്ടിട്ട് കാര്യമില്ല. വല്ലപ്പോഴൊക്കെ അടുക്കള കയറണം. നീ വെറുതെ അല്ല പെണ്ണ് കിട്ടാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ എന്താണെന്നറിയാമോ, വളരെ പ്രാക്ടിക്കലാണ്. പഴയ നമ്മുടെ അമ്മയുടെ പ്രായമോ നമ്മുടെ കുഞ്ഞുനാളിലെ പെൺപിള്ളേരൊന്നുമില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരെന്ന് പറഞ്ഞോണ്ടല്ലോ എന്നാ കലക്കി തരുന്ന നിനക്ക്. അതെ, വളരെ സെൽഫ് മെയ്ഡാണ്. സെൽഫ് മെയ്ഡല്ല, ജ്യൂസ് കലക്കി തരുന്നു. അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ കുറച്ച് സ്ത്രീകളുണ്ട്. മോനെ ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ച് സ്ത്രീകൾ എന്നല്ല, ഇത് തുല്യത. സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഭരണം, നിയമവ്യവസ്ഥ എല്ലാവർക്കും ഒരേ സംവിധാനങ്ങൾ കൊടുക്കണം. ചിലർക്കിന്നത് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ ബഹുമാനിക്കണം. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു കോടതി വിധി. പക്ഷേ നമ്മൾ ഈ കോടതിക്ക് ഇപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനം സ്ത്രീകൾക്ക് മാത്രം. സുരേഷേട്ടാ, നിയമം ഉണ്ടാക്കുന്ന സമയം തൊട്ട് തന്നെ സ്ത്രീകൾക്ക് അതിനുള്ള മുൻഗണന കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജി പറഞ്ഞ മുൻപിലുള്ള ജഡ്ജി പറഞ്ഞു കേട്ടില്ലേ, എന്താ പറഞ്ഞത്, കമാൽ പാഷ തന്നെ പറഞ്ഞതല്ലേ, അത് അത്രയും. നീ ഒന്ന് ഓർത്ത് നോക്കി ആ പയ്യന്റെ അവസ്ഥ. അല്ല, ഗ്രീഷ്മയുടെ സംഭവത്തെ ആസ്പദമാക്കിയാണേലും സ്ത്രീകൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് മുൻഗണനയുണ്ട്, ഒരുപാട് ഫേവറിസം ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് രേഷ്മയെ വെറുതെ വിടായിരുന്നു കേട്ടോ.
അവളെ നമുക്ക് അല്ല അത് ന്യായമായിട്ട് ഞാനൊരു കേസിനെ ആസ്പദമാക്കി പറയല്ല, പക്ഷെ അതുകൊണ്ടാണല്ലോ നമുക്കിവിടെ വിമന് പലപ്പോഴും ബസ്സിൽ സീറ്റ്സ് കൊടുക്കുന്നത്, വിമന്റെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടാകുന്നത്. നീ അങ്ങനെ അവർക്ക് ഒരുപാട് ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയല്ലേ, ഞാൻ പറഞ്ഞ വിഷയം അതല്ല. അല്ല, ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള അവിടം തൊട്ടിട്ട് എല്ലാ അർത്ഥത്തിലും പലപ്പോഴും പ്രമാദമായ കേസുകൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളുടെ വിവര ഡീറ്റെയിൽസ് പുറത്തു വിടാത്തതിനൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ 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 ഒരു തീരുമാനമായിരുന്നു ആ പെണ്ണിനെ പിടിച്ച് കയറുമ്പോൾ കെട്ടി തൂക്കാൻ. കൊല്ലോ ഇല്ലോ നമുക്കറിയത്തില്ല. അവളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു നോക്കി, 100-ൽ 1 അത്. നമ്മൾ അറിയാത്ത എത്രയോ കേസുകളുണ്ട്, തെളിയാത്ത എത്രയോ കേസുകളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പുരുഷനെ നമ്മൾ അവൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന സ്ത്രീയെ നമ്മൾ എന്താ പറയുക, അവളെക്കുറിച്ച് സംസാരിക്കണം. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണം.